കായംകുളം കുറ്റിത്തെരുവിൽ സ്ഥാപിച്ചിരുന്ന എം ലിജുവിന്റെ ലൈറ്റ് ബോർഡും കോൺഗ്രസ് നേതാക്കളുടെ സന്ദേശമുള്ള ഫ്ലെക്സ് ബോർഡുകളും സിപിഎം നശിപ്പിച്ചതായി പരാതി. സംഭവത്തിൽ കെപിസിസി സെക്രട്ടറി എൻ രവി പ്രതിഷേധം രേഖപ്പെടുത്തി. കായംകുളം കുറ്റിത്തെരുവിൽ സ്ഥാപിച്ചിരുന്ന അഡ്വക്കേറ്റ് എം ലിജുവിന്റെ ലൈറ്റ് ബോർഡും വി.ഡി. സതീശന്റെയും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെയും സന്ദേശം നൽകുന്ന ഫ്ലെക്സ് ബോർഡുകളും സിപിഎം പ്രവർത്തകർ നശിപ്പിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു. ആക്രമിച്ച നടപടിയിൽ കെപിസിസി സെക്രട്ടറി എൻ രവി പ്രതിഷേധം രേഖപ്പെടുത്തി. ആഹ്ലാദ പ്രകടനങ്ങൾ കായംകുളം നിയോജകമണ്ഡലമെമ്പാടും നടന്നുകൊണ്ടിരുന്നതാണ്. അതിൽ വിരളി പൂണ്ട സിപിഎമ്മിൻ്റെ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ കുറ്റിത്തെരുവിൽ സ്ഥാപിച്ചിരുന്ന ലിജുവിൻ്റെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെയും പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ യാതൊരു പ്രകോപനവുമില്ലാതെ അടിച്ചു തകർത്ത സംഭവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ വിരളി പൂണ്ട പ്രാദേശിക സിപിഎമ്മിൻ്റെ ഗുണ്ടകൾ വ്യാപകമായ അക്രമം നടത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ കുറ്റിത്തെരുവിൽ സ്ഥാപിച്ചിരുന്ന ഈ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു തകർത്ത കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് കായംകുളത്തെ പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭണ പരിപാടികൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നടത്തും എന്ന് അറിയിക്കുവാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ്. ഇത്തരം പ്രതിഷേധാർഹമായ പരിപാടികളിൽ നിന്നും സിപിഎമ്മിൻ്റെ ഗുണ്ടകൾ പിന്മാറുന്നതിന് സിപിഎം നേതൃത്വം അവർക്ക് വേണ്ട നിർദ്ദേശം നൽകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. സമാധാനപരമായ പ്രതിഷേധ പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിനെതിരെ വിളറി കൂട്ടിക്കൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇരുട്ടിൻ്റെ മറവിൽ കോൺഗ്രസിൻ്റെയും യു.ഡി.എഫിൻ്റെയും ഫ്ലെക്സ് ബോർഡുകൾ തകർക്കുന്ന നടപടി ഉടനടി അവസാനിപ്പിക്കണമെന്നും ഈ പ്രതിഷേധാർഹമായ നടപടിക്ക് ഉത്തരവാദികളായവരുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കായംകുളം പോലീസിനോട് ഒരിക്കൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു അനിഷ്ട സംഭവങ്ങൾ പോലുമില്ലാതെ സിപിഎമ്മിൻ്റെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒരു കൊടിതോരണങ്ങൾ പോലും മറ്റ് യാതൊരു പ്രകോപനമില്ലാതെയാണ് യു.ഡി.എഫ് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എന്നാൽ പരാജയത്തിൽ വിരളി പൂണ്ട ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ ഇന്നലെ രാത്രിയുടെ ഇരുട്ടിൽ അഴിഞ്ഞാടി കോൺഗ്രസിൻ്റെ എം ലിജു അടക്കം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ അടക്കം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഫോട്ടോ അടക്കം വലിച്ചു കയറി വളരെ മോശമായ പ്രവൃത്തിയാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ശക്തമായ പ്രതിഷേധം കൃഷ്ണപുരം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. എം ലിജുവിന്റെ വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിൽ വിളറി പൂണ്ട സിപിഎം പ്രവർത്തകർ വ്യാപകമായി അക്രമം നടത്തുകയാണെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും എൻ രവി ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.